വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എക്സാം ടൈം ആകുമ്പോഴേക്കും എല്ലാ ക്ലാസ്സിലും ചെല്ലുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, മിസ് എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നറിയില്ല, എക്സാം ഓർത്തിട്ട് ടെൻഷൻ വരികയാണ്, സോ എന്തെങ്കിലും കുറച്ച് മോട്ടിവേഷൻ തരുമോ അല്ലെങ്കിൽ കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ എക്സാമിന് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത് എക്സാമിനുള്ള ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ ഒന്നുമില്ല, എന്നാൽ ഒരു ചെറിയ കഥയാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ കഥയെന്ന് പറയുമ്പോൾ കുറച്ച് പണ്ട് കാലത്ത് നടന്ന കഥയാണ് കേട്ടോ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സ്റ്റോറി ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ രാജാവിൻ്റെ പേരെന്താണെന്നറിയോ? വിദ്യാധര രാജാവ് എന്നാണ്. വിദ്യാധര രാജാവ് ഭയങ്കരമായിട്ട് എല്ലാവരോടും എല്ലാ ജനങ്ങളോടും പ്രജകളോടും ഒക്കെ ഭയങ്കര സ്നേഹത്തിലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല രാജാവ്, ഒരു ഐഡിയൽ ആയിട്ടുള്ള രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നല്ല രാജാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രായമായല്ലേ, മനുഷ്യരിതാ പ്രായമാകും, കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ നരച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. അദ്ദേഹത്തിന് വയസ്സായി, അദ്ദേഹത്തിന് പ്രായമായി, എനിക്കും വയസ്സായി, എൻ്റെ വീടിനും വയസ്സായതുപോലെ അദ്ദേഹത്തിന് പ്രായമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ രാജ്യം ഇതുപോലെ തന്നെ നന്നായിട്ട് ഭരിക്കുന്ന ഒരാൾ വേണം. സോ അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ 2 മക്കളാണുള്ളത്. ഓക്കെ, 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ് ഇദ്ദേഹത്തിനുള്ളത്. അവരുടെ പേരെന്താണെന്ന് അറിയോ? യെസ്, സുരേഷും രമേശും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ വിദ്യാധര രാജാവിൻ്റെ മക്കളാകുമ്പോൾ കുറച്ച് ഗാംഭീര്യമുള്ള പേരൊക്കെ മിസ് പറയാൻ? നല്ല സിമ്പിളായിട്ടുള്ള പേര് മതി നമുക്ക്. ഒരാൾ സുരേഷും ഒരാൾ രമേശും. അപ്പോൾ സുരേഷും രമേശും ഒന്നിനൊന്നിനും മെച്ചാണ്, 2 പേരും നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. സോ ഇതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളിനെ വേണം തിരഞ്ഞെടുക്കാൻ, കാരണം രാജ്യമാണ് അല്ലേ. അപ്പോൾ രാജ്യത്തിൻ്റെ ഭാവിയുടെ കാര്യമാണ്, അതുകൊണ്ട് തീരുമാനമൊന്നും തെറ്റ് പറ്റരുത്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും രാജ്യം ഭരിക്കാൻ യോഗ്യൻ ആരാണ്, ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആരാണ്, ഏറ്റവും ബുദ്ധിമാനായിട്ട് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് രാജാവ് എന്ത് ചെയ്തു? 2 പേർക്കും ഒരു മത്സരം നടത്തുകയാണ് അല്ലെ. 2 പേർക്കും വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തുകയാണ്. 2 പേരുടെ മുമ്പിൽ അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയോ? ഇതുപോലെ ഒരു കെട്ട് തടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, വുഡാണ് അല്ലേ. അപ്പോൾ ഒരു കെട്ട് തടി 2 പേരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മത്സരം എന്താണെന്നറിയോ? ഈ തടി ഏറ്റവും ആദ്യം വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കുന്നത് ആരാണോ അവർക്ക് രാജ്യം ഭരിക്കാം. അപ്പോൾ രാജ്യമൊക്കെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ വിചിത്രമായിട്ടുള്ള തടി വെട്ടുന്ന പോലത്തെ പരീക്ഷണമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സുരേഷ് എന്ത് ചെയ്തു എന്നറിയോ? എല്ലാ തടിയും കൂടെ കെട്ടഴിച്ചിട്ട് ഇങ്ങനെ വെട്ടാൻ തുടങ്ങി. കണ്ടോ, സുരേഷ് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് കൊടാലിയൊക്കെ വീശി ഇങ്ങനെ വെട്ടുകയാണ്, ഇങ്ങനെ വെട്ടി വരുവാണ്. ഓക്കെ, പക്ഷെ നമ്മുടെ രമേശ് എന്താ ചെയ്തതെന്നറിയോ? രമേശ് ഓരോ തടിയും കെട്ടഴിച്ച് മാറ്റിയിട്ട് ഓരോന്നായിട്ട് വെട്ടാൻ തുടങ്ങി. സുരേഷ് ആണെങ്കിൽ ഒന്നിച്ചെല്ലാം കൂടെ വെട്ടാൻ തുടങ്ങി. രമേശ് ആണെങ്കിൽ ഓരോന്ന് കെട്ടഴിച്ച് ഓരോ തടിയും എടുത്ത് ഓരോന്നും ചെറിയ കഷ്ണങ്ങളാക്കി, എന്നിട്ട് അടുത്തതെടുത്ത് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കുറച്ച് സമയം കൂടുതൽ എടുക്കുക അല്ലേ. അപ്പോൾ മക്കളെ മിസ്സിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 2 പേരിൽ ആരായിരിക്കും ഏറ്റവും ആദ്യം ഈ തടികൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്? നിങ്ങളുടെ ഫസ്റ്റ് ഗസ്റ്റ് ആണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് കറക്റ്റ് ആയോ എന്ന് നിങ്ങൾ ലാസ്റ്റ് ഒന്നും കൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സുരേഷ് ആണോ രമേശ് ആണോ ഈ മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി നമ്മുടെ രമേശാണ് വിജയിച്ചിട്ടുണ്ടാവുക. കാരണം എല്ലാം കൂടെ ഒന്നിച്ചെടുത്തിട്ട് വെട്ടാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അല്ലേ. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് ഓരോ തടികളായിട്ടെടുത്ത് ഓരോന്നായിട്ടെടുത്ത് ചെറിയ കഷ്ണങ്ങൾ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സ്പേസിങ് എഫക്റ്റ് എന്ന് പറയും കേട്ടോ. കാരണം ഒരു ചാക്കിലുള്ള അരി മുഴുവൻ എടുത്തിട്ട് ഒന്നുകൂടെ അപ്പുറത്തെ ചാക്കിലേക്ക് ആക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമായിരിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ ഈ ചാക്കിൽ നിന്ന് കുറച്ച് പോർഷനുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് അരികളായിട്ട് എടുത്തെടുത്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി നിറച്ച് കഴിഞ്ഞാൽ ഈ ചാക്കിലുള്ള അരി മൊത്തം ഇങ്ങോട്ടേക്ക് മാറ്റാം. അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യം അല്ലെ. എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിൻ്റെ തലേന്ന് അല്ലെ എക്സാം
എക്സാമിന് ഒരാഴ്ച മുമ്പ് എല്ലാ വിഷയങ്ങളും ഇരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളെ കൊണ്ടൊന്നല്ല, ആർക്കും സാധിക്കില്ല. നമ്മൾ റോബോട്ടൊന്നും അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. പക്ഷേ നമ്മുടെ രമേശ് ചെയ്തതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ട് നമ്മൾ പഠിച്ച് തീർത്ത് അത് റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാം. ഒരു വിഷയത്തിലെന്നല്ലടാ, എല്ലാ വിഷയവും നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എക്സാമിൻ്റെ തലേന്ന് വന്ന് പഠിക്കാണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിച്ച് തീർക്കുക, റിവിഷൻ ചെയ്ത് തീർക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്നാണല്ലോ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ പഠിച്ച് പിന്നെയും റിവൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എക്സാമിനെന്നല്ല എല്ലാ കാര്യത്തിലും നമുക്ക് സക്സസ് ആവാൻ പറ്റും. സോ ഈ ഒരു കഥ കേട്ടതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്കിതാ എക്സാമിൻ്റെ തലേന്ന് പഠിച്ചാൽ പോരാ, മുമ്പേ പഠിക്കണം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുകയും റിവിഷൻ ചെയ്യുകയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതിന് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചുകൾ ഉണ്ട് കേട്ടോ. സോ ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം സൈലത്തിൻ്റെ കൂടെ. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ലൈവുകളും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വേണം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകളും ഉണ്ടാവും. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സിൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.